ഹിന്ദുക്കളും അല്ലാതെയുള്ള ആളുകളൊന്നും ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇവരൊക്കെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതാണോ രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രം? നിങ്ങൾ വെറുതെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത പറയട്ടെ അല്ല സഹോദര അങ്ങേക്കൊരു കാര്യം ശരി, ജനൻ ടിവിയുടെ റിപ്പോർട്ടർക്ക് ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞുതരാം. അങ്ങ് ഈ ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടോ? ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നയാൾ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ആൾ പറയട്ടെ. അല്ല ഇന്ദിരാഗാന്ധി ഹിറ്റ്ലർ എന്ന് പറയുന്ന വിവരമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും. അതിപ്പോ എനിക്കറിയില്ല, അതിപ്പോ അവരോട് ചോദിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഒരു വിഷയം പറയുകയാണല്ലോ. ഹിറ്റ്ലറെ പറ്റി അങ്ങേക്ക് ബോധ്യമുണ്ടല്ലോ. ഈ ഹിറ്റ്ലർ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 33% വോട്ട് വാങ്ങി ജയിച്ചയാളാണ്. മനസ്സിലായില്ലേ? എന്ന് കരുതി ഹിറ്റ്ലർ ശരിയാണെന്ന് അങ്ങ് പറയൂ? അങ്ങെങ്കിലും പറയൂ? അങ്ങ് പോലും പറയില്ലല്ലോ. ജനറൽ ടിവിയുടെ റിപ്പോർട്ടറായ അങ്ങ് പോലും ഹിറ്റ്ലർ ശരിയാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ആ ഹിറ്റ്ലറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രമൊക്കെ അങ്ങും പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങേക്ക് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് രാജ്യം ഭരിച്ച ആളുകളാണ് ഹിറ്റ്ലർ, രാജ്യം ഭരിച്ച ആളുകളാണ് മുസോളിനി, രാജ്യം ഭരിച്ച ആളുകളാണ് ജനറൽ ഫ്രാങ്കോ. ഇവരൊക്കെ ശരിയാണെന്നാണോ ഇതിന്റെ അർത്ഥം? രാജ്യം ഭരിച്ചത് കൊണ്ട് ശരിയാണെന്ന് അർത്ഥമൊന്നുമില്ല. പിന്നെ അങ്ങ് പറഞ്ഞ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ഏതാണ്? ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോ, ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ചപ്പോ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ യുദ്ധം ചെയ്ത് സമയം കളയണ്ട. അത് ആ സമയം കൂടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കൂ, ഊർജ്ജം ചെലവഴിക്കൂ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല.